ആളുകളെ പിടിച്ചോണ്ട് പോയ പോലീസ് സ്റ്റേഷൻ വാങ്ങാൻ 500 കോടി. പുഷ്പയുടെ ഭാര്യയ്ക്ക് കൃഷിത്തോട്ടം നോക്കാൻ ഒരു കൃഷി മന്ത്രി, പുഷ്പയുടെ കൂടെ ഫോട്ടോ എടുക്കാൻ ഒരു മുഖ്യമന്ത്രി, 2500 കോടി. അണ്ണാ ഓ എന്തോന്നാ ഇത്? കോടിക്കൊന്നൊരു വിലയില്ല അണ്ണാ. റിസർവ് ബാങ്കിൽ പോലും ഇല്ലല്ലോ ഇത്രയും കോടി. ഒരു മര്യാദയൊക്കെ വേണ്ട അണ്ണാ. ഇത് പുഷ്പരാജ് പൊങ്ങത്തില്ലടാ, അല്ല താഴത്തില്ലടാ. ഞാൻ എന്റെ സ്നേഹം നിറച്ചുണ്ടാക്കിയ മുട്ട പപ്സാ കഴിക്ക്. വല്ലി വല്ലിന്നോ? അല്ല വല്ലി. വല്ലി, ഈ മുട്ട പപ്സിൽ മുട്ടയില്ല. അറബിക്കടലിൽ അറബി ഉണ്ട്, പിന്നെ ഇതിനെ മുട്ട പപ്സി മുട്ട വേണമെന്ന് ഇത്ര നിർബന്ധം? ഞാൻ പിണങ്ങി. പിണങ്ങല്ലേ? ഞാൻ പിണങ്ങും. പിണങ്ങല്ലേ മുത്തേ? വന്നല്ലോ ഫീലിംഗ്, വന്നല്ലോ ഫീലിംഗ്, വന്നു ഫീലിംഗ്. പുഷ്പ ഈ മംഗളശീലെത്തിയടാ. ക്യാരക്ടർ രജിസ്റ്റർ ആയിട്ടുണ്ട്. പുഷ്പ 1 ജസ്റ്റ് മിസ്. പുഷ്പ 2 നിന്നെ ഞാൻ തീർത്തിരിക്കും. എന്റെ കൂടെ നടക്കുന്നവന്മാരെ കൊണ്ടൊന്നും നടക്കും തോന്നില്ല. അതിന് ഞാൻ പ്രത്യേക ആളെ പുറത്തുനിന്ന് ഇറക്കിയിട്ടുണ്ട്. എൻകൗണ്ടർ സ്പെഷ്യലിസ്റ്റ് വേട്ടയാൻ. ഹുക്കോ ടൈഗർ കാ ഹുക്കോ. തൊലച്ച് എടാ, ഇതാണോ പറയാൻ പറഞ്ഞ ഡയലോഗ്? എടാ, അത് ജയിലിനകത്തുള്ള ഡയലോഗ് അല്ലേ? നീ ഇവിടെ വന്നിരിക്കുന്ന വേട്ടയാനായിട്ടാ വന്നിരിക്കുന്നത്. വേട്ടയാനിലെ ഡയലോഗ് പറയുന്നത് എനിക്കറിയാം. അതങ്ങോട്ട് പറഞ്ഞോട്ടു. ഹുക്കോ ആടെ കുക്കുമായിട്ട് പിന്നെയും വരുന്നു. ഞാൻ പറയേണ്ട സാധനം നീ ഇത് ഏതാണ്ടൊക്കെ ചെയ്യുമ്പോ ഏതാണ്ടൊക്കെ വീഴുന്ന് പറയാൻ. അതങ്ങോട്ട് പറയാം. അറിയില്ല ഇവിടെ. പുഷ്പ വീഴണം. പുഷ്പയൊക്കെ ഞാൻ വീഴ്ത്തും. പക്ഷെ വീഴ്ത്തി കഴിഞ്ഞിട്ട് എനിക്ക് പുഷ്പയായിട്ട് ചെറിയൊരു സംഭവമൊക്കെ ഉണ്ട്. പുഷ്പ അപ്പൊ പെണ്ണല്ലേ? പുഷ്പ എന്ന് പറഞ്ഞ പുഷ്പരാജ് തേപ്പ്. ഒരു കാര്യം ചെയ്യാം, ഒരുപാട് പ്രതീക്ഷകളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നത്. ഒരു കാര്യം ചെയ്യാം, അടുത്ത സംഭവം പറയാം കേട്ടാ. മനോരമശീലൻ. മംഗളശീലൻ എന്തായാലും ആഴ്ച പതിപ്പല്ലേ ആൾക്കാർ വായിച്ചോളൂ. നിങ്ങൾ അവിടെ ബഹളം വെക്കാതെ ഒരു പരുവത്തിന് കൊണ്ടുവരിക. പറഞ്ഞു മുത്തുച്ചിപ്പി. ഓക്കെ മിസ്റ്റർ മംഗളശീലൻ, എനിക്ക് കൊല്ലണ്ട ആളവിടെ. അവനെ വിളി. അവൻ ചെയ്ത കുറ്റമെന്താ? സുശീല. ശരിയല്ലടാ, മംഗളശീലൻ. മംഗളശീല. പുഷ്പയുടെ കൊട്ടാരത്തിൽ ആരാ കുറി വച്ച? കുറി, ചന്ദനക്കുറി ഉണ്ട്, പിന്നെ കല്യാണക്കുറി ഉണ്ട്. ഏത് കുറിയാ വേണ്ട? എന്റെ പൊന്ന് പെണ്ണെ ഒന്ന് പറഞ്ഞൊപ്പിക്ക. അതിനിടയ്ക്ക് കുറിയും ഒന്ന് കൊണ്ട് വരല്ലേ. മാറി കുറി വച്ച വീഴണോ? തെറ്റി. ഇര വീഴണമെങ്കിൽ കുറിയല്ല വെക്കേണ്ടത്, കെണി വെക്കണം. കെണി വച്ചാൽ ഇര വീഴണം. ഈ ചീഞ്ഞ കോമഡി അടിക്കുന്ന ഈ പുലനെ വെടിവെച്ച് കൊല്ലല്ലേ. ഒന്ന് തീർക്കാനോ? തീർക്കാം. എന്നെ മനസ്സിലായില്ല. ഇല്ല മനസ്സിലായില്ല. അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ഞാൻ പറഞ്ഞ് മനസ്സിലായിക്കൂടെ? മനസ്സിലായോ? വേട്ടം വന്നല്ലോ, നിന്നെ കൊല്ലാൻ വന്നല്ലോ, വെടിവെച്ചിടാൻ വന്നല്ലോ, വേട്ടയാനല്ലേ. നിന്നെ കൊല്ലാനായി ജേട്ടം വന്നല്ലോ, വേട്ടയാനല്ലേ. എന്റെ ചേട്ടനെ പറഞ്ഞ സ്വഭാവം ഇറങ്ങി പോണായിരുന്നു. അടങ്ങുവല്ലി. ഫീലിങ്സ് വരുന്നു. വന്നല്ലോ ഫീലിംഗ്. വന്നു ഫീലിംഗ്. നീ சார் என் பேரு வேட்டையா. எனக்கு இன்னொரு பேர் இருக்கு, பாஷா. மாணிக் பாஷா. മനസ്സിലായില്ല.
മ്യൂസിക്കിന് റൈറ്റ്സ് ഇല്ല. ഞാനൊരു ഫിഗർ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് ഫിഗർ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റിന്റെ എൻട്രിക്ക് ഒരു പഞ്ച് വേണ്ട, അതിനൊരു മ്യൂസിക് കിട്ടുന്നേ ഉള്ളൂ. ഒന്നുമില്ലെങ്കിലും നിങ്ങളൊരു മോഹൻലാലിന്റെ ഫിഗർ ചെയ്ത് നിൽക്കില്ലേ? മോഹൻലാലായിട്ടല്ല, ഈ പുള്ളിക്കാരി ചന്ദനത്തിന്റെ പരിപാടിക്ക് മുമ്പ് ബ്രോക്കറിന്റെ പരിപാടിയാണ്. ഈ ബ്രോക്കറിങ് കഴിയുമ്പോഴത്തേക്കിനും സന്തോഷം കൊണ്ട് ഡയറി എടുത്ത് കഷത്തി വെച്ച് തോള് കയറി പോയതാ. എന്തെങ്കിലും കഷത്തി ഇല്ലെങ്കിൽ പുള്ളിക്ക് ഭയങ്കര മടിയാ. അതുകൊണ്ട് ഇപ്പം പെണ്ണുപിള്ളയുടെ കൈ എപ്പോഴും കഷത്തി വെച്ചുകൊണ്ട് നടക്കുന്നത്. സംഭവം മനസ്സിലായില്ല. നിന്റെ പേരെന്തോന്ന്? എടാ മംഗളശീലൻ. എനിക്ക് സംഭവം ഇത് ആരാന്ന് മനസ്സിലായില്ലല്ലേ? പുഷ്പ എന്നാ ഫ്ലവർ എന്ന് നനച്ചിയാ ഫയറടാ. ചുമ്മാതെ വയറെന്ന് പറയുമ്പോ പുറത്ത് തീ വേണം. ചുമ്മാ പറയാ, വയറൊന്നുമില്ല, സംഭവമില്ല. കുറെ വയറല്ലാതെ ഒന്നും പിന്നെ കണ്ടോ. ചമ്മൽ മ്യൂസിക് കണ്ടിന്യൂ. ഫയറില്ലെന്ന് ഫീലിങ്സ് വന്നല്ലോ, ഫീലിങ്സ്. ഇതിപ്പോ അതിനുള്ള സമയമല്ല. ആ ഫയർ അല്ല. എനിക്ക് സംഭവം ആണെന്ന് മനസ്സിലായത്. മനസ്സിലാക്കാം. നേരത്തെ ഫിഗറിന്റെ ഒരു ഗ്യാസ് പറഞ്ഞില്ല, മ്യൂസിക് ഇല്ലെങ്കിൽ പഞ്ച് കിട്ടൂല. അതാണ് എന്റെയും പ്രശ്നം. പുഷ്പയ്ക്കും റൈറ്റ് ഇല്ല. കാര്യം ചെയ്യും, ആ മ്യൂസിക് ഒന്ന് ബിൽഡ് സെറ്റ് ആയി. അപ്പൊ എനിക്ക് മനസ്സിലാവില്ലേ? അപ്പൊ എനിക്ക് ആളിനെ മനസ്സിലാവും. അപ്പൊ കൊണ്ടാൻ പറ്റുമല്ലേ? പുതുജന്മം നേടിയ നരൻ, ഈ നരൻ ഞാനൊരു നരൻ. വേലായുധ, ഈ നാട്ടിലെ വലിയ ചട്ടം വേണമെന്ന് കേട്ടല്ലോടാ. നിനക്ക് ചൊല്ലുണ്ടെങ്കിൽ ഈ വലിയ നമ്പേരെ തല്ലിത്തോപ്പിക്കടാ, തല്ലിത്തോപ്പിക്കാൻ. വലിയ നമ്പ്യാരെ, വേണമെങ്കിൽ എന്നെ ഓടിത്തോപ്പിക്ക്. പുല്ല്, ഞാനാട്ടിനി എന്നാ കുറയ്ക്കാനാ? ഞാനും വന്നു ചെങ്കീരി വാസു ഇതിവിടെ ഇരിക്കട്ടെ. വേലായുധേട്ടാ, ഇനി പുറത്ത് കിടക്കണ്ട, അകത്ത് ഞാൻ പാവിരിച്ചിട്ടുണ്ട്. നീ ആര്? കുന്നുമേ ശാന്തി, ഇനി എന്റെ ഒരു കുറവ് വേണ്ടല്ലോ. ആദ്യം തുടങ്ങിയത് പുഷ്പ 2 തുടങ്ങിയത്. അത് കഴിഞ്ഞ് ജയ്ദർ വന്നു, വേട്ടയാൻ വന്നു, നരനെ കൊണ്ട് നിർത്തിയിരിക്കുകയാണ്. പാട്ടൂടെ പാടുവാണെങ്കിൽ നരൻ പൂർത്തിയായി. എന്റെ മംഗളശീല, അപ്പോഴെങ്കിലും പറഞ്ഞല്ലോ കറക്റ്റായിട്ട്. എന്റെ പൊന്നളിയ, ഇതല്ല ഈ സ്ക്രിപ്റ്റിന്റെ കുഴപ്പമാണ്. സ്ക്രിപ്റ്റ് എഴുതി ഓ നിൽക്കുന്ന ഇവിടെ വേടാ, ഞാൻ അങ്ങോട്ട് വരാനോ? ഇങ്ങോട്ട് വേണം. അവിടെ തോള് കാത്തിട്ട് അവിടെ അങ്ങോട്ട് ഇങ്ങോട്ട് ആരാ അവിടുന്ന്? ഇനി മേല പരസ്പര ബന്ധമില്ലാത്ത ഇതുപോലത്തെ സ്ക്രിപ്റ്റുമായിട്ട് വന്ന ചെവിക്കലടിക്കാൻ പറയും കേട്ടോ അവിടുന്ന്. എന്റെ പൊന്നകിലെ, നീ ഒരു കാര്യം പറഞ്ഞേക്കാം, ഇത് കണ്ടിട്ട് പുറത്തോട്ടിറങ്ങും, ഇത് മനസ്സിൽ നിന്ന് കളഞ്ഞായിട്ട്. നിന്റെ മാമന് പ്രാന്താടാ. സംഭവം വന്നല്ലോ ഫീലിംഗ്, ചേട്ടനല്ലേ പറഞ്ഞ എപ്പ എന്റെ ദേഹത്ത് തൊട്ടാൽ അപ്പ ഫീലിങ്സ് പാട്ട് പാടണമെന്ന്. എനിക്ക് ആകെ ഈ ഒരു സീൻ മാത്രമേ ഉള്ളൂ. ഇത് എവിടെ തുടങ്ങണം എവിടെ അവസാനിപ്പിക്കണമെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. പുഷ്പ 3 ആണോ? പച്ച തെറിയാൻ വിളിച്ചു പറയാൻ പറഞ്ഞേക്കാം. ഹാവ് എ ഷോർട്ട് ബ്രേക്ക്. അപ്പൊ പിന്നെ നമുക്ക് അല്ലതേ പറഞ്ഞില്ലേ? അല്ല, നമ്മളെ ഡയറക്ടർ സാർ അനീഷ് സാർ പറഞ്ഞേ എന്റെ ഒരു സ്ലോ മോഷൻ എൻട്രി എടുക്കാൻ ഉണ്ടെന്ന്. ഇനി ഒരു മുഖം ഇരിക്ക്. പുള്ളിക്ക് വേറൊരു മുഖമുണ്ട്, കാണണോ? വേണ്ട, സംഭവം എന്തിനാണ് പൊളിഞ്ഞത്? ഈ മംഗളശീലൻ എന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രിയുടെ ഫിഗറുമായിട്ട് വന്നിരുന്ന പിന്നെ പൊളിയത്തില്ല. എനിക്കും തോന്നി.